പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് ഗുണനത്തെ സംബന്ധിച്ചുണ്ടാകാവുന്ന ഒരു സംശയമാണ്. ഇപ്പോൾ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുന്നത് ഹരണത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഡിവിഷൻ, അതിനെ സംബന്ധിച്ച് വരാവുന്ന ഒരു സംശയം. അതെങ്ങനെ വിശദീകരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതൊരു ചെറിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് വേറൊരു വിഷയവും കൂടെ ചേർത്ത് നമുക്കത് ഇവിടെ അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു വിഷയം ഒരു ഫുൾ വീഡിയോയിൽ ചേർക്കാൻ വേണ്ടി ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതുമായി ബന്ധപ്പെടുത്തി ഒരു ഹരണം ആ ക്രിയയിലുണ്ടാകുന്ന സംശയത്തെപ്പറ്റി നമുക്ക് ധരിക്കാം. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ലീപ്പ് ഇയർ. ലീപ്പ് ഇയർ എന്താണെന്ന് നോക്കാം. ലീപ്പ് ഇയർ നമ്മളിപ്പോഴേ കടന്നു പോകുന്നത് 2024 വർഷത്തിലൂടെയാണ്. 2024 അത് AD 2024. ADയുടെ ആരംഭം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. AD 1 തൊട്ടാണ്. 1 തുടങ്ങി 2, 3 അങ്ങനെ 2024 എത്തിക്കുന്നു. ഒരു വർഷം എന്ന് പറയുന്നത് 365 ദിവസമാണ്. അപ്പോൾ AD 1 നമ്മൾ 365 ദിവസത്തിലെ 365 ദിവസം ഈ AD 1 സ്വീകരിക്കുകയും അധികം വരുന്ന ഈ കാൽ റിസർവിൽ വെക്കും. ഒരു കാലായി. അതുപോലെ AD 2ാമത്തെ വർഷവും ഇതേപോലെ 365 കാൽ എന്നുള്ളത് 365 ദിവസം സ്വീകരിച്ചിട്ട് കാൽ റിസർവിൽ വെക്കും. അതുപോലെ AD 3 ഈ 365 കാൽ ദിവസത്തെ 365 സ്വീകരിച്ചിട്ട് ഈ കാൽ ദിവസം സൂക്ഷിച്ച് വെക്കും, മാറ്റി വെക്കും. അപ്പോൾ AD 4 ആകുമ്പോൾ ഈ 365 കാൽ ദിവസത്തിലെ ഒഴിവാക്കുന്നതിന് പകരം ഈ 1, 2, 3, 4 കാലൂടാകുമ്പോൾ 1 ആവും. അപ്പം 365 കാൽ, പിന്നെ ഈ 3 കാല് മുക്കാല് ഇവിടെ ചെയ്യുമ്പോൾ മുക്കാല്. സംഭവം എത്ര ആകും? 366 ദിവസമായിട്ട് ഈ AD 4 നിജപ്പെടുത്തും. അപ്പം ഈ 4 ഓരോ 4 വർഷം കൂടുമ്പോഴും അങ്ങനെ ഓരോ ദിവസം കൂടി 366 ദിവസമാകും. 366 ദിവസം. അപ്പോൾ ഈ 366
66 ദിവസം വരുന്ന വർഷം നമ്മളെന്ത് പറയും, അതിവർഷം അല്ലെങ്കിൽ ലീപ്പ് ഇയർ എന്ന് പറയും. അപ്പോൾ ഓരോ 4 വർഷം കൂടുമ്പോഴാണ് ഈ പറയുന്ന 366 ദിവസം. അത് ഏറ്റവും കുറവ് ദിവസമുള്ള ഫെബ്രുവരി മാസം 28 ഈ ഒന്നുകൂടെ ചേർത്ത് ആ വർഷം, അതായത് ഈ ലീപ്പ് ഇയർ വരുന്ന വർഷം ഫെബ്രുവരിയിൽ 29 ദിവസം ഉണ്ടാവും, ഡേയ്സ് ഉണ്ടാവും. അതാണ് നമ്മൾ അതിവർഷമായിട്ട് കണക്കാക്കുന്നത്. അപ്പം ഓരോ 4 വർഷം കൂടുമ്പോൾ, അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വർഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2024. അപ്പം AD 1 തൊട്ട് ഇന്ന് വരെ ഈ എത്ര ലീപ്പ് ഇയർ വന്നിട്ടുണ്ടാവും എന്ന് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ അതിനെ എന്ത് ചെയ്യണം, 4 കൊണ്ട് ഭാഗിക്കണം. 2024 4 കൊണ്ട് ഭാഗിക്കണം. ഓരോ 4 വർഷം ആകുമ്പോഴാണല്ലോ നമുക്ക് ഈ ലീപ്പ് ഇയർ വരുന്നത്. അപ്പോൾ അതൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. നമ്മളെ 2024 ഇവിടെ 2 എന്ന് പറയുന്നത് ആദ്യം നമ്മൾ പരിശോധിക്കാം. 4നേക്കാൾ ചെറുതായതുകൊണ്ട് 20 എന്ന്, അതാണ് നമ്മുടെ രീതി. 20-നകത്ത് എത്ര 4 ഉണ്ടെന്ന് നോക്കും. അപ്പോൾ 5 × 4 20. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 താത്തറക്കം എന്ന് പറയും. 2 താത്തറക്കിയിട്ട് 2 വീണ്ടും ചെറുതായിട്ട് തോന്നുന്നുണ്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എപ്പോഴും പറയും, ഇങ്ങനെ വരുമ്പോൾ ഒരു 0 വേണ്ട എഴുതണം, എന്നിട്ടേ ഈ 4 താത്തറക്കാവൂ എന്ന് പറയും. ഇതോ 24 ഈ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 6 കിട്ടും. അത് 6 4 24, അത് തീരും. അപ്പം 506. ഈ 0 എഴുതുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു സംശയം നിൽക്കുന്നത്. ഒരു ക്രിയ ചെയ്യാൻ ആരെങ്കിലും ശ്രമിക്കുന്ന ഈ കുട്ടികളെ സംബന്ധിച്ച് അവർ പലപ്പോഴും എന്ത് ചെയ്യുക, പലപ്പോഴും തെറ്റ് ചെയ്യുന്നത് 2024 ഭാഗം 4 I 4 20 എഴുതിയിട്ട് 24 2 ഭാഗത്ത് 26 എഴുതി 6 4 ഇങ്ങനെ ഉത്തരം ചെയ്തുകൊണ്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ട് തെറ്റാണ്. ഇതൊന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ ഒരു രീതിയാണ് നോക്കാൻ പോകുന്നത്. ഇത് വെറുതെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, ഒരിക്കലും ഇത് ഉപയോഗിക്കേണ്ട, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമ്മൾ പറയുന്നത്. 2024 ഈ 2000 അധികം 24, അതാണ് ഈ 2024 വരുന്നത്. നമുക്ക് മനസ്സിലാക്കാം. അപ്പം 4 കൊണ്ട് ഹരിക്കാൻ പോകണേ. 4 കൊണ്ട് ഹരിക്കുമ്പോൾ ഇവിടെ ഇത്തിരി സ്ഥലം കിട്ടുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യാനല്ല. പിന്നെ മേലോട്ട് നമുക്ക് ആദ്യം 2 എടുത്തപ്പോൾ പറ്റാത്തോട്ട് 20 എടുത്തപ്പോൾ 5 4 20 200 ആകുമ്പോഴോ 50, 2000 ആകുമ്പോഴോ 500. ഇനി 24 എത്ര വരും? 6 4 24. 6 ഇതുപോലെ നമ്മൾ 6 0 6. ഇതാണ് ആൻസർ. അതുകൊണ്ട് ഇങ്ങനൊന്നും ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ, ഈ 0 ഇടുന്നതിൻ്റെ പ്രസക്തിയെപ്പറ്റി, ഈ 0 വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ക്രിയ ചെയ്യാനല്ല, ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ എളുപ്പം. ഈ പലർക്കും ഈ 0 തെറ്റി വരുന്നത് കൊണ്ട് 0 ഇടുന്നതിൻ്റെ ആവശ്യം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. ഇത് മനസ്സിലാക്കി കാണും എന്ന് കരുതുന്നു. ഇനി ഒരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി.
അടുത്തൊരു സബ്ജക്റ്റ് കൃത്യങ്കത്തെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരു സംശയം വരുന്ന ഒരു സംഭവത്തെ പറ്റിയാണ് നമ്മൾ അതിനുശേഷം ഭിന്നസംഖ്യകളൊക്കെ ഉണ്ട്. ആദ്യം നമുക്കിപ്പം ഈ ഞാൻ 5 എടുക്കുന്നത് എന്ന് പറയാൻ ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം. ഈ 5 ഞാൻ ചുമ്മാ സ്വീകരിക്കുന്നതാണ്. അതിനകത്ത് ഇങ്ങനെ ഒരു 0 5/0 അല്ലെ 5 5 ഈ 0 ഇൻഡെക്സ് ആയി വരുന്ന ഈ 5 അത് ഏത് സംഖ്യ ആയിട്ടും ഏത് സംഖ്യ നമ്മൾ ഉത്തരം ഒന്നായിരിക്കും. ഇപ്പം 1,00,000 എടുത്താലും 1,00,000-നും 0 എങ്കിലും അതിൻ്റെ ഉത്തരവ് ഒന്നാണ്. ഏത് സംഖ്യ എടുത്താലും ഒന്നാണ്. ഇത് നമ്മൾ കാണാതെ പഠിക്കുന്ന കൃത്യങ്ക നിയമത്തിലെ ഭാഗമാണ്. ഇതിനെന്ന് വിശദീകരിക്കുന്നതിനും ബാക്കിയുള്ള കൃത്യങ്ക നിയമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അടുത്ത വീഡിയോ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇത് മനസ്സിലാക്കുക.